ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ കാർഡ്സ് ഇന്ന് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. നിങ്ങൾ എന്താണ് ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ തരുന്നത്? ഓക്കെ, ഇന്നത്തെ എനർജിയെക്കുറിച്ച്, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ഇത് ടൈംലെസ് റീഡിങ്സ് ആണ്. സോ നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ഏത് ദിവസം കണ്ടാലും മാച്ച് ആവും. ലെറ്റ്സ് സീ ഇന്നത്തെ ദിവസം നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന എന്താണ് നോക്കാം. സ്ട്രെങ്ത്, 3 of Pentacles and Knight of Swords. Just want to see Knight of Swords എന്താണ്. സി ഇവിടെ ഐ തിങ്ക് നിങ്ങളൊരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു റിക്കവറിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു റിക്കവറി എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചില എൻഡിങ്സ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എൻഡിങ്സ് എന്ന രീതിക്ക് പറയുമ്പോൾ ഇത് അഗൈൻ പല തരത്തിലും ആവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം, ഓക്കെ, ജോലിയിലാവാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി വിട്ട് മാറുന്ന തരത്തിലായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലം മാറുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. സോ ഇവിടെ എന്തോ നിങ്ങൾക്കൊരു എൻഡിങ് വന്നിട്ടുണ്ട്. ഓക്കെ, പാസ്റ്റിലൊരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിച്ചായിട്ടും കാണുന്നുണ്ട്. ഒരു ഇവിടെ എവിടെയോ നിങ്ങൾ അല്പം ഇപ്പോൾ ഒരു തനിച്ച് നിൽക്കുന്ന ഒരു എനർജിയും എനിക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. എവിടെയോ നിങ്ങൾ കുറച്ച് പേഷ്യൻസ് വെച്ചിരിക്കുന്നുണ്ട്, ക്ഷമ വെച്ചിരിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ അതായത് തനിച്ചായി പോയാലും നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും വിട്ട് കളഞ്ഞു, ഓക്കെ, നിങ്ങളെന്തെങ്കിലും വിട്ട് മാറി, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് നിങ്ങളൊരു സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ തന്നെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന പോലെ. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ബട്ട് അതിന് ഒരു ഇവിടെ റെസ്റ്റ് ആയിട്ടുമാണ് കാണുന്നത്. ഈ കാർഡ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് നിങ്ങളൊരു റെസ്റ്റ് എടുക്കുന്ന പോലെയാണ്. നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്നുണ്ടാവാം. ഇവിടെ വാക്കിംഗ് അവേ കാണുന്നുണ്ട്. സോ നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായ ശേഷം നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്യുന്ന രീതിക്കായിരിക്കാം, നിങ്ങളൊന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ സ്വന്തം കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കാം. എവിടെയോ ആ ഒരു പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേദനിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് എല്ലാത്തൊന്നും ഒന്ന് മാറി നിന്ന് നിങ്ങളെ തന്നെ ഒന്ന് റിക്കവറി ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഗിവ് അപ്പ് ചെയ്ത പോലെയല്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു ധൈര്യം, നിങ്ങളുടെ ഉള്ളിലുള്ള ധൈര്യത്തിനെ വീണ്ടും കുറച്ച് ടയർഡായി കാണും നിങ്ങൾ. ഓക്കെ, ഒരുപാട് നമ്മൾ സമയം നമ്മൾ പറയില്ലേ, ചിലപ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ ശ്രമിച്ച് അവസാനം നമ്മൾ ടയർഡായി പോവുക. സോ ഇവിടെ അങ്ങനെ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടില്ല. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. നിങ്ങളൊന്ന് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങളെ തന്നെ, നിങ്ങളുടെ മേലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, ഓക്കെ, മേ ബി നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ചതിൽ നിന്ന് നിങ്ങളൊരു റെസ്റ്റ് എടുക്കുന്ന പോലെ, അതായത് എല്ലാത്തൊന്നും ഒന്ന് മാറി കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് കാണുന്നത്. ബട്ട് ഇവിടെ ഓവറോൾ എനിക്ക് കാണുന്നത് 3 of Pentacles ഉണ്ട് ആൻഡ് Knight of Swords ഉണ്ട്. സോ ഇവിടെ ഒരു സിറ്റുവേഷൻ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഒരു എൻഡിങ് ആയത് ശരിക്കും അതൊരു ഫുൾ എൻഡിങ് അല്ല. ഓക്കെ, എന്ന രീതിക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് എൻഡിങ് അല്ല, ഇറ്റ് വാസ് നോട്ട് എൻ എൻഡിങ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ എനിക്ക് വീണ്ടും 6 ആണ് വന്നിട്ടുള്ളത്. യെസ്, ഓക്കെ, അഗെയിൻ 6 ഒരു പാസ്റ്റ് കണക്ഷൻ, ഒരു പാസ്റ്റ് കാര്യം എന്ന രീതിയിലാണ്. അഗെയിൻ ജോലി ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു നല്ലൊരു ജോലി കിട്ടുന്നു എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ജോലി നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലായിരിക്കാം. അല്ലെങ്കിൽ ഉള്ള ജോലി തന്നെ ചിലപ്പോൾ സപ്പോസ് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് നല്ലൊരു ഇത് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചില മേ ബി വേറെ ആർക്കെങ്കിലും പ്രൊമോഷൻ കിട്ടി, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കിട്ടേണ്ട പ്രൊമോഷൻ വേറെ ആർക്കെങ്കിലും കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക ബാക്ക് സ്റ്റാബ് ചെയ്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഇവിടെ എനിക്ക് അന്യായം നടന്നു എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നിക്കാണാം. സോ ഇപ്പം എല്ലാത്തിനും നിങ്ങൾ ഒരു അല്പം ഒന്ന് മാറി നിൽക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ബട്ട് യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുതരും എന്നും കാണുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ന്യായം കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്കൊരു പീസ്ഫുൾ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങളത് വിട്ടു ആ സിറ്റുവേഷൻ മാറിപ്പോണോ എന്ന് ചിന്തിക്കുന്ന പോലെയുണ്ട്. ബട്ട് ഇവിടെ ഞാൻ പറയാം, ഓക്കെ, നിങ്ങൾ ആ സിറ്റുവേഷൻ മാറിപ്പോണോ, ഞാനിത് വിട്ട് കളയണോ എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ പക്ഷേ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഓക്കെ, സ്ട്രോങ് ആവാൻ ശ്രമിക്കുന്ന പോലെയാണ്. ബട്ട് ഇവിടെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ന്യായം കൊണ്ടുവരുന്നുണ്ട്.
ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നല്ലത് വേറെ വരും എന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ, അതിലൊരു വിഷമം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതിനേക്കാൾ നല്ലത് വേറെ എന്തോ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിച്ച പോലെ, ഓക്കെ, ചില സമയത്ത് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അതായത് ഇന്ന കാര്യം എനിക്ക് വേണം, അതിപ്പോൾ ജോലിയിലായാലും ശരി, റിലേഷൻഷിപ്പിലായാലും ശരി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ആ കാര്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഓക്കെ, ചില വഴി തെളിക്കുക എന്ന് പറയില്ലേ, ആ രീതിക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചിലപ്പോൾ ചില തടസ്സങ്ങൾ വരും, ചില എൻഡിങ്സ് വരും. ഓക്കെ, അപ്പം പക്ഷേ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത് എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ ചിലത് എന്തെങ്കിലും എൻഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെയാണ്. സോ ചിലത് എൻഡിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഡോണ്ട് വറി, നിങ്ങൾക്ക് വേറെ എന്തോ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അഗൈൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തു, നിങ്ങളെ ചതിച്ചു, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ആ സിറ്റുവേഷൻ ഒരു ഫുൾ എൻഡിങ് എന്ന രീതിക്കല്ല എനിക്ക് കാണുന്നത്. അത് നിങ്ങൾക്കൊരു പുതിയ വേറെന്തോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, വേറെന്തോ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിലും, ഈവൻ ജോലി കരിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും, നിങ്ങൾ വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. റീസ്റ്റാർട്ട് എന്നല്ല ഇവിടെ കിട്ടുന്നത്, ബട്ട് ഇവിടെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കാര്യങ്ങൾ ബെറ്റർ ആക്കുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ഇത് റിലേഷൻഷിപ്പായിട്ട് ഞാൻ കൂടുതൽ പറയാതിരിക്കാൻ ശ്രമിക്കുകയാണ്. ഓഫീസിലാണെങ്കിൽ സപ്പോസ് നിങ്ങൾക്കൊരു ഓഫീസിലെ കരിയറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആണ്, നിങ്ങൾക്ക് അതിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ആഗ്രഹിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ബെറ്ററുമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി യൂണിവേഴ്സായിട്ട് ന്യായം ചെയ്യുന്നതാണ് നിങ്ങളോട്. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബെറ്റർ ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന പോലെയാണ്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി കാര്യങ്ങൾ കാണുന്നുണ്ട്, അബണ്ടൻസ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും പുതിയ ജോലി കിട്ടും. ഓക്കെ, പുതിയ ജോബ് കിട്ടും, അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അതിൽ നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് കർമ്മ തിരിച്ച് കിട്ടുകയാണ്. ഓക്കെ, അതായത് നിങ്ങൾ അങ്ങോട്ട് ഇതുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതിനെല്ലാം തിരിച്ച് നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് യൂണിവേഴ്സ് തരുന്നതാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും വേസ്റ്റ് ആവുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. എന്ത് നിങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടോ, ആർക്ക് വേണ്ടിയായാലും ശരി, എന്തിനു വേണ്ടിയായാലും ശരി, നിങ്ങൾ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നല്ലത് ചെയ്തതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരും. ഓക്കെ, അത് ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് വന്നിരിക്കും. ആൻഡ് ഇവിടെ അത് കൊളാബറേഷൻ എന്ന് കാണുന്നുണ്ട്. സോ മേ ബി ഇതിവിടെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കായിരിക്കാം. ഓക്കെ, കുറച്ചുകൂടി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, റിലേഷൻഷിപ്പിലും എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാക്ക് സ്റ്റാബിങ് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ തന്നെ തിരിച്ച് വരുന്ന രീതിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അതിൽ മാറാൻ ശ്രമിക്കുമായിരിക്കും. ദാറ്റ് ഓക്കെ, ഇല്ല ഇനി എനിക്കിത് വേണ്ട എന്നോ, അല്ലെങ്കിൽ ഞാൻ ഇതിൽ എഫേർട്ട് ഇടുന്നില്ല എന്നോ അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഇവിടെ എവിടെയോ നിങ്ങൾ ടയർഡായ പോലെ ഉണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടു, നിങ്ങൾക്ക് ഇനി വയ്യ എന്ന രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മേ ബി അതിൽ മൂവ് ഓൺ ചെയ്യണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, പക്ഷെ ആ വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. വീണ്ടും അവർ നിങ്ങളുമായിട്ട് കുറച്ചുകൂടി നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അഗൈൻ ഇവിടെ സെയിം തിങ്, നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കുറച്ചുകൂടി ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും എന്നാണ് മെയിനായിട്ട്. സോ അഗൈൻ നിങ്ങൾ കരിയറിലാണെങ്കിൽ നിങ്ങളിടുന്ന എഫേർട്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതേപോലെ ഇപ്പോൾ സപ്പോസ് റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, ഓക്കെ, ഇത് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണോ നിങ്ങൾ വിട്ട് കളയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആണോ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ സിറ്റുവേഷൻ തന്നെ ബെറ്റർ ആയിട്ട് വരുന്നതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലൈക്ക് ഇപ്പോൾ ശരിക്കും ഒരു ഫുൾ ആയിട്ടൊരു ജോലി നഷ്ടപ്പെട്ടു എന്ന രീതിക്ക് നിങ്ങൾക്ക് ടോട്ടൽ എൻഡിങ് എന്ന രീതിക്ക് ഉണ്ടെങ്കിലും അവിടെ ഒരു പുതിയ വെളിച്ചമുണ്ട് നമുക്ക്. ഓക്കെ, സൺറൈസ് വരുന്നുണ്ട്, നിങ്ങൾക്കൊരു പുതിയ എന്തെങ്കിലും ഒരു കാര്യം കിട്ടും എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, അതും നിങ്ങൾക്ക് ന്യായമായതാണ്. ഓക്കെ, നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ അഗൈൻ ഞാൻ പറഞ്ഞു, രണ്ട് സിറ്റുവേഷൻ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ട് സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്തു. ഒന്ന് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ എൻഡായി പോയി എന്ന് നിങ്ങൾ കരുതുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്ന ആ സിറ്റുവേഷൻ തന്നെ വീണ്ടും ബെറ്റർ ആവുന്ന രീതിക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അഗൈൻ വേറെ ജോലി കരിയറിലാണെങ്കിൽ ഒരു ഉള്ള ജോലിയിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ സപ്പോസ് പ്രൊമോഷൻ കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിലും എന്തെങ്കിലും നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വേറെ വരും, അല്ലെങ്കിൽ വേറൊരു ജോലി തന്നെ ചിലപ്പോൾ നല്ലത് വേറെ ബെറ്റർ കിട്ടിയെന്നിരിക്കും. ഓക്കെ, സോ ഇവിടെ എനിക്ക് ഓവറോൾ എനർജി നിങ്ങളോട് ഒരു അഡ്വൈസ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്യുന്ന യൂണിവേഴ്സ് പറയുന്നത് ഡോണ്ട് ഗിവ് അപ്പ്. ഓക്കെ, നിങ്ങൾക്ക് യെസ് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ, നിങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. ഇപ്പോൾ നിങ്ങൾ
എത്ര നിങ്ങൾ ഇടുന്ന എഫേർട്ടിനെ കുറിച്ച് എടുത്താൽ മതി. ഓക്കെ, പണം ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള രീതിക്കല്ല, നമ്മൾ നമ്മുടെ എഫേർട്ട്, നമ്മളുടെ ടൈം, എനർജി എല്ലാം അല്ലേ, നമ്മൾ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളൊരു നല്ല ഉദ്ദേശത്തോടെ, നിങ്ങളുടെ മനസ്സിൽ നന്മയോടെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു നല്ല കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ നിങ്ങൾ ടോട്ടലി വിട്ട് കളയുകയാണെങ്കിലും ശരി, എവിടെയോ നിങ്ങൾക്ക് വേണ്ടി വേറെ നല്ലത് യൂണിവേഴ്സ് തീർച്ചയായിട്ടും കൊണ്ടുതരും എന്നാണ് കാണുന്നത്. ഐ തിങ്ക് നിങ്ങൾ ആ ഒരു മൂവ് ഓൺ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിലായിരിക്കാം, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം. എവിടെയോ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ ഗെയിൻ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഗിവ് അപ്പ് ചെയ്യാറായിട്ടില്ല, മീൻസ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോളൂ, പക്ഷേ നിങ്ങളിലേക്ക് വരാനുള്ളത് വരും ചെയ്യും. ഓക്കെ, പെട്ടെന്നൊരു ഫാസ്റ്റ് മൂവിങ് എനർജി എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങോട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് കാണുന്നത്. ഓക്കെ, സോ അത് വ്യക്തിയായാലും ശരി, ഒരു സിറ്റുവേഷൻ ആയാലും ശരി. ഹീറോയിസം, ഓക്കെ, ഹീറോയിസം കാണുന്നുണ്ട്. ഗ്ലിറ്ററിങ് ഡെബ്യൂ, വെരി നൈസ്. ഓ വാവ്. സ്ലീപ്പ് ഓർ സ്റ്റംബിൾ, ഓക്കെ, couple more cards. Yep, mirror of reality, harvester, okay, very nice. Insight, ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന രീതിക്കും വരുന്നുണ്ട്. ഓക്കെ, ചില സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ ഹീറോയിസം കാണുന്നുണ്ട്. ഹീറോയിസം ലൈസ് ഇൻ ദ വില്ലിംഗ്നെസ് ടു സാക്രിഫൈസ് ഫോർ ദ ഗ്രേറ്റർ ഗുഡ്, ഫിയർ നത്തിങ്, എംബ്രേസ് ഡെസ്റ്റിനി. സി, നിങ്ങൾ ചില സമയത്ത് ഹീറോയിസം എന്ന് പറയുന്നത് ചിലപ്പോൾ വിട്ടുകൊടുക്കൽ കൂടിയാണ് എന്നാണ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ നമ്മളായിട്ട് തന്നെ വിട്ടുകൊടുക്കാം ചില കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങളോട് അന്യായം നടന്നു എന്നുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടി, വേറെ ആരെങ്കിലും നിങ്ങളെ എന്ത് തന്നെയായാലും നിങ്ങളൊന്ന് തോറ്റു കൊടുക്കുന്ന രീതിയിലാണ്, പക്ഷെ ആ തോറ്റു കൊടുക്കൽ പോലും നിങ്ങൾ വിന്ന് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ വിന്ന് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക്. ഓക്കെ, അത് വിട്ടുകൊടുക്കലും ഒരു ജയിക്കലാണെന്ന് പറയില്ലേ, ആ രീതിക്ക്. ഓക്കെ, ആൻഡ് ഇവിടെ ഗ്ലിറ്ററിങ് ഡെബ്യൂ. സി, നിങ്ങൾക്ക് എന്തോ പുതിയതായിട്ട് തുടങ്ങുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. യു വിൽ സൂൺ ബി സെൻറ്റർ സ്റ്റേജ്, ക്യാപ്ചർ ദ ക്രൗഡ്സ് ഹാർട്ട്, എൻഗേജ് പാഷനേറ്റ്ലി, അവോയ്ഡ് പാസിവിറ്റി. സേ, ഓക്കെ, അത് പോട്ടെ. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സെൻറ്റർ സ്റ്റേജിലേക്ക് വരും എന്നാണ്, നിങ്ങളെ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുമെന്ന രീതിക്കാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ എന്തോ ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു പുതിയ തുടക്കം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു മാറ്റം എന്ന രീതിക്കാണ്, നിങ്ങൾ മറ്റുള്ളവർ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിയും തീർച്ചയായിട്ടും. സ്ലീപ്പ് ഓർ സ്റ്റംബിൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കാർഡ് നിങ്ങളോട് പറയുന്നത് റെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ മടി പിടിച്ചിരിക്കേണ്ട, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ എന്ന രീതി കൂടി ആവാം. ആക്ഷൻ, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ടുവരൂ, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ എന്നായിരിക്കാം. കാരണം ഇവിടെ സ്ലീപ്പ് ഓർ സ്റ്റംബിൾ ഉണ്ട്. നിങ്ങളോട് പറയുന്നത് ആക്ച്വലി വേറെ കാര്യമുണ്ട്, വിത്തൗട്ട് സഫീഷ്യൻറ്റ് റെസ്റ്റ് യു മൈറ്റ് ഫോൾട്ടർ അറ്റ് ദ നെക്സ്റ്റ്. ഓക്കെ, യെസ്, അപ്പോൾ ഈ റെസ്റ്റ് വേണം എന്ന് തന്നെയാണ്, കുറച്ചൊരു റെസ്റ്റ് എടുക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ചൂസ് സ്ലീപ്പ്. ഓക്കെ, ആക്ച്വലി വളരെ എത്ര സിമിലർ ആവാൻ നിൽക്കുന്ന നോക്കൂ. നിങ്ങളോട് പറയുന്ന ഒരു അല്പം ബ്രേക്ക് എടുത്തോളൂ, റെസ്റ്റ് എടുക്കൂ എന്നാണ് പറയുന്നത്. റിഗ്രറ്റ് ചെയ്യേണ്ട. ഓക്കെ, ആ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങളെ തന്നെ ഒന്ന് മെൻ്റലി സ്ട്രോങ് ആക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു സമയമാണ് എന്നാണ് പറയുന്നത്. കുറച്ച് ബ്രേക്ക് എടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ റിക്കവറി നിങ്ങൾക്ക് ആവശ്യമാണ്. ഹെൽത്തിന് വേണ്ടി കൂടി ആയിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഹെൽത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി കൂടി നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് ആവശ്യമില്ല. അതായത് ഞാൻ അങ്ങനെ സമയം എടുത്തല്ലോ, ഞാൻ റെസ്റ്റ് എടുത്തല്ലോ, ഞാൻ ഉറങ്ങി, ഞാൻ ഒന്നും ചെയ്തില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാൻ നിൽക്കണ്ട. അങ്ങനെ കുറച്ച് സമയങ്ങൾ നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ തന്നെ സ്വന്തം കെയറിന് കുറച്ച് അങ്ങനെ സമയം കൊടുക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, മിറർ ഓഫ് റിയാലിറ്റി. റിയാലിറ്റി മിറേഴ്സ് നോട്ട് വാട്ട് യു സീ ബട്ട് വാട്ട് യു അണ്ടർസ്റ്റാൻഡ്, റിഫ്ലക്ട് ടു പെർസീവ് ദ റിയൽ, റിഫ്ലക്ഷൻ ബ്രിങ്സ് ക്ലാരിറ്റി. ഓക്കെ, നിങ്ങളോട് പറയുന്ന നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. കാണുന്നതല്ല സത്യം എന്ന് പറയില്ലേ. ഓക്കെ, നിങ്ങൾ പുറമേ കാണുന്നതല്ല സത്യങ്ങൾ. ഓക്കെ, നമ്മൾ പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും, ചില ക്ലാരിറ്റി, ആക്ച്വലി ഇൻസൈറ്റ്. ഇത് രണ്ടും നോക്കൂ, രണ്ടും കണ്ണിനെയാണ് കാണിക്കുന്നത്. എവിടെയോ ചില കാര്യങ്ങൾ നിങ്ങളോട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കുറച്ച് ചിന്തിക്കാൻ പറയുന്നുണ്ട്, കുറച്ചൊന്ന് ഡീപ്പ് റിഫ്ലക്ഷൻ ചെയ്യാം. ഓക്കെ, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും, നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ എല്ലാം പറയും ദാറ്റ് എന്താണ് കാര്യം എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഹാർവെസ്റ്റർ കാണുന്നുണ്ട്. ഇൻ ആൻ അൺഎക്സ്പെക്റ്റഡ് ട്രൂത്ത് വിൽ സൂൺ ബി റിവീൽഡ്, necessitating a reassessment of trust access relationship. Okay. Okay.
ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. ഇവിടെ എപ്പോഴും നിങ്ങളാണ് ഓവർ ഗിവർ ആയിരുന്നെങ്കിൽ, ഓക്കെ, അതായത് നിങ്ങൾ എപ്പോഴും ഒരു കാര്യത്തിൽ കൂടുതൽ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമായി. ഓക്കെ, ഒന്ന് റീ അസസ് ദ സിറ്റുവേഷൻ എന്ന രീതിക്കാണ്. ഇപ്പോൾ ഏത് സ്ഥലത്തായാലും ശരി, നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല ഇവിടെ പറയുന്നത്, എല്ലാം പറയുന്നുണ്ട്. സോ ജോലിയിലായാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ എപ്പോഴും നിങ്ങളാണ് ഓവർ ഗിവ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് തിരിച്ച് വേണ്ടത് കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയമായി, ആലോചിക്കേണ്ട ഒരു സമയമായി എന്നാണ്. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക്, ഐ തിങ്ക് ഇവിടെ ഇത് ആവശ്യമാണ്, ഈ ഒരു ബ്രേക്ക് ഇവിടെ ആവശ്യമാണെന്നാണ് മെയിനായിട്ട് പറയുന്നത്. ആൻഡ് ആ ഒരു ബ്രേക്ക് നിങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ നിൽക്കുമ്പോൾ സിറ്റുവേഷൻസിൽ ചേഞ്ചസ് വരും. ഓക്കെ, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് ഇന്നത്തെ. ഒരു ചെറിയൊരു, ഐ ഹോപ്പ് അധികം കോംപ്ലിക്കേറ്റ് ചെയ്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ പല സിറ്റുവേഷൻസും ഒന്ന് കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്, അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇവിടെ ജോലി കരിയറിലാണെങ്കിലും ശരി, എന്തിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് ന്യായമായത് യൂണിവേഴ്സ് തരും എന്നാണ്. ഓക്കെ, ഒരല്പം ബ്രേക്ക് എടുക്കാനുള്ള ഒരു അഡ്വൈസ് കൂടിയുണ്ട്. ടേക്ക് എ ബ്രേക്ക്, ഓക്കെ, ആൻഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ, കാര്യങ്ങൾ ബെറ്റർ ആവും എന്നാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമസ്കാരം.